വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അലുമിനി അസോസിയേഷൻ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ 31 അംഗ പ്രവർത്തക സമിതിയെയും തെരഞ്ഞെടുത്തു. സ്കൂൾ ഹാളിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് നിയമാവലി അംഗീകരിച്ച് പാസാക്കി. പൂർവ്വ വിദ്യാർത്ഥി, അധ്യാപക, മാനേജ്മെന്റ് പ്രതിനിധികൾ ഉൾപ്പെടെ 31 അംഗ പ്രവർത്തക സമിതിയെ ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കുകയും ചെയ്തു. തുടർന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ യോഗം ചേർന്ന് പ്രസിഡന്റായി കെ ബഷീർ ബാബു, ഉപാധ്യക്ഷരായി അഷ്റഫ് വെള്ളയെങ്കിൽ, സുരേഷ് പാറത്തോടി എന്നിവരെയും, ജനറൽ സെക്രട്ടറിയായി PM മുജീബ് റഹ്മാനെയും, ജോയിന്റ് സെക്രട്ടറിമാരായി കെ മുഹമ്മദ് അലി, നാഫി പരവക്കൽ, ട്രഷററായി നൌഷാദ് പാറമൽ എന്നിവരെയും തെരഞ്ഞെടുത്തു. നിലവിൽ 75ാം വാർഷികം ആഘോഷിക്കുന്ന സ്കൂളിൻ്റെ മുഴുവൻ പുരോഗമന പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും സഹകരണവും യോഗം വാഗ്ദാനം ചെയ്തു. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളിലേക്ക് ഈ സന്ദേശം എത്തിക്കാനും വിവിധ ബാച്ചുകളുടെ പേരിലുള്ള ഗ്രൂപ്പുകളെ ഏകോപിപ്പിച്ച് പ്രവർത്തനം സജീവമാക്കാനും യോഗം തീരുമാനിച്ചു. മുനിസിപ്പൽ കൗൺസിലർ KV ഉണ്ണികൃഷ്ണൻ ജനറൽ ബോഡി യോഗത്തിൽ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ MP ഫാത്തിമക്കുട്ടി സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ ഗോപാലകൃഷ്ണൻ, ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സുരേഷ് പൂവാട്ടുമീത്തൽ, ഹെഡ് മിസ്ട്രസ് CR ശ്രീജ, ഗേൾസ് HSS പ്രിൻസിപ്പൽ P സുധീർ, കോർഡിനേറ്റർമാരായ പ്രേമരാജൻ, ജ്യോതി കൃഷ്ണൻ, നൌഷാദ് പാലാറ എന്നിവർ ആശംസകൾ നേർന്നു. ട്രഷറർ നൌഷാദ് പാറമൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.